ഈ ഇസ്ലാമോ ലെഫ്റ്റ് കൊണ്ട് നടന്നിരുന്ന ആ ഒരു ബാന്ധവം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇരട്ടത്താപ്പ്, അവർ പൊക്കി വെച്ചിരുന്ന പക്ഷാഘാതം പിടിച്ച നവോത്ഥാനം, ഇതൊക്കെയായിരുന്നു. ഇനി അതിൻ്റെ കാലം അല്ല, കാലം അതിൻ്റെത് അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻട്രോ മ്യൂസിക് വരട്ടെ, അത് നമ്മളുടെ പുരുഷോത്തമനും, അതായത് എന്താണ്, മര്യാദ പുരുഷോത്തമനും മാനവരിൽ മഹോന്നതനും കൂടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ മഹോന്നതൻ എന്താണ് കാര്യം എന്നുള്ളതാണ്. മഹോന്നതൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മര്യാദ പുരുഷോത്തമൻ പറയും എന്ത് വേണമെന്നുള്ളത്. മഹോന്നതൻ ഓ അംബ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഇനി ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് അല്ല ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ ഉള്ളത് ഒരൊറ്റ ആക്സിസാണ്, അത് ഹിന്ദു ആക്സിസാണ്. ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാര്യം പറയുന്നു. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഈ പിക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഞാനല്ല കേട്ടോ, ഇത് ഡാലി 3 നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ കോ പൈലറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇന്ന് കുറച്ച് ഭംഗിയുള്ള നബി ആവട്ടെ എന്ന് വിചാരിച്ചു. ഒന്നില്ലെങ്കിൽ മര്യാദ പുരുഷോത്തമൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സംഗതി കുറച്ച് ഗ്ലാമറൊക്കെ വേണമല്ലോ. സംഗതി നമ്മളെ മര്യാദ പുരുഷോത്തമൻ സീതയെ, സ്വന്തം ഭാര്യയെ സംശയിച്ച് ചിതയിലേക്ക് എടുത്തെറിയാൻ വേണ്ടി നിന്ന ആളാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വേട കഥ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വെറുതെ പോകുന്ന ഒരു പട്ടിയെ ഞാൻ കല്ലെടുത്ത് എറിയാറില്ല. ഏതെങ്കിലും വിധേന ഇത് വലിയ ഒരു ഔന്നിത്യം അവകാശപ്പെടാൻ തുടങ്ങിയാൽ, ഇതാണ് ഏറ്റവും ശരി എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടും. അതാണ് ഇസ്ലാമിൻ്റെ പിന്നാലെ കൂടാനുള്ള കാരണം. ഇതുവരെ ഹിന്ദു മതത്തിൻ്റെ വക്താക്കൾ ആ രീതിയിൽ പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ നമ്മളും അതിൻ്റെ പിന്നാലെ തിരിയും. ഞാനിപ്പോൾ തൽക്കാലം ഇസ്ലാമോളജിസ്റ്റാണ്, ഇസ്ലാമിലാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. വേണമെങ്കിൽ ഇനി നമുക്ക് മറ്റൊരു സ്പെഷ്യലൈസേഷൻ കൂടി പഠിക്കാമല്ലോ. നമുക്ക് ഹിന്ദു മതത്തിനെക്കുറിച്ചും പഠിക്കാം. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ തോതിൽ. അപ്പോൾ എന്തായാലും ഈ വിഷയം, ഈ ഹിന്ദു ആക്സിസിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഓഗസ്റ്റ് മാസത്തിൽ ഷംസീർ പറഞ്ഞത് എന്താണ്? ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു. ഈ ഗണപതി മിത്ത്, അതും ആ 2 വാക്ക് മാത്രം മതി. അതെന്ത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്നോ ഇതൊന്നൊരു വിഷയമല്ല. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിം സാഹിലുമായിട്ട് നടന്ന ഒരു സംഭാഷണം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൽ പറയുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു വാചകത്തിൻ്റെ ഇടയിൽ ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചു, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിന്ദു മിത്തോളജി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവിടെ കമൻറ്റ് സെക്ഷനിൽ സാധനങ്ങൾ വരികയാണ്. ഇറ്റ്സ് നോട്ട് മിത്തോളജി, ഇറ്റ്സ് അവർ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തിരുത്തുകയാണ്. അപ്പോൾ മിത്തോളജി എന്ന് പറയുമ്പോൾ അത് മിത്താണ്, മിഥ്യകൾ എന്ന് നമ്മൾ പറയാവുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, ഇത് മിഥ്യയല്ല, ഇതിവിടെ ഉണ്ടായിരുന്നു, ഇത് ചരിത്രമാണ് എന്ന് പറഞ്ഞിട്ട് തിരുത്തുന്നു. അപ്പോൾ എന്നിട്ട് ഉടനെ ഹീസ് ഓൾവേസ് വൺസ് എ മുസ്ലിം ഓൾവേസ് എ മുസ്ലിം, ഞാൻ തക്കിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തെറിയായിരുന്നു ഒരു സൈഡിൽ കൂടെ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് ഏതാനും മാസങ്ങൾക്ക് മുന്നേയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഷംസീർ അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞാൽ ഷംസീർ മാപ്പ് പറയേണ്ടി വരും എന്നുള്ളതാണ് ഈ ആക്സിസ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം. ഇന്ന് ഷംസീറിന് അത് പറയാൻ കഴിയില്ല. ഇനി അതല്ല, ഇനി ഷംസീർ അങ്ങനെ പറയാൻ വേണ്ടി ഒന്ന് തുനിഞ്ഞാൽ ഷംസീർ പറയാൻ മുന്നോട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ്. ഷംസീർ മടിക്കും, ആ നാക്കൊന്ന് കടിക്കും എന്ന് തന്നെയാണ്. അത് അവിടെ ഒരു തട വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് ഈ പോസ്റ്റ് പിൻവലിക്കുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണ പോസ്റ്റ് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് പോസ്റ്റ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് ചിന്ത വരാറ്? ഇവിടെ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചപ്പോൾ അത് തിരുത്തിച്ചു അല്ലേ? ഇതുപോലെ പണ്ട് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സ് മരിച്ചപ്പോൾ അത് ഹമാസ് തീവ്രവാദികളുടെ അക്രമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. ആ പോസ്റ്റ് ഉമ്മൻചാണ്ടിയോ ആരോ തിരുത്തേണ്ടി വന്നു. ഇതേപോലെ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അത് തിരുത്തേണ്ടത്. നമ്മളെ മന്ത്രി മുനീർ പോലും സംഗതി ചില കാര്യങ്ങളൊക്കെ വളരെ പിന്തിരിപ്പനാണെങ്കിലും അദ്ദേഹം LGBTQ വിഷയത്തിലൊരു അതിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇതേ കാക്കമാർ പറഞ്ഞിട്ട് തന്നെയാണ് മൂപ്പര് പോലും തിരുത്തേണ്ടി വന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ വരിയായിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കാലമായിട്ട്. അതിലേക്ക് ഏറ്റവും അവസാനം വന്നതാണ് നമ്മളുടെ ഷംസീർ. ഇനി അങ്ങനെ ഒരു മന്ത്രി വരില്ല എന്നുള്ളതാണ്. ഇനി ഒരാളും അങ്ങനെ വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. വന്നാൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടാവും. മാർച്ച് നടക്കും, അവർ പോസ്റ്റ് പിൻവലിക്കേണ്ടി വരും. കാരണം അവർ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കരുത് എന്നല്ല ഈ പറയുന്നത്. അതാണ് ഈ ഹിന്ദു ആക്സിസിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത്. ഹിന്ദു ആക്സിസിൻ്റെ പ്രത്യേകത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മുസ്ലിം ആക്സിസ് അല്ലെങ്കിൽ ഇസ്ലാമോ ലെഫ്റ്റിൻ്റെ ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഞങ്ങളെ ഒന്നും പറയരുത്, നിങ്ങൾ ബാക്കിയുള്ള എല്ലാത്തിനെയും പറയാം, ഇതാണ്
ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ്. എന്നാൽ ഹിന്ദു ആക്സിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ പറയുന്നുണ്ടെങ്കിൽ അവരെയും പറയണം, അവരെ പറയാൻ തയ്യാറാകുമെങ്കിൽ മാത്രം ഞങ്ങളെയും പറഞ്ഞാൽ മതി എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് രണ്ടും രണ്ടാണ്. അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുക ഈ സാധനത്തിനാണ് എന്നത് തന്നെയാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഇതാണ് നിലനിൽക്കാൻ പോകുന്ന ആക്സിസ് എന്നാണ് പറയുക. ഇത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ, 5 മാസങ്ങൾക്ക് മുന്നേ ഞാനിട്ടൊരു വീഡിയോ ആണ്, ഇസ്ലാമിൻ്റെ കുഴി ഇന്ത്യയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു പ്രവാചകനാണോ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇന്ന് ഞാൻ 10 തവണ നുള്ളി, ഇവിടെ തൊലി പോയിരിക്കുകയാണ് നുള്ളിയിട്ട്, ഇനി നുള്ളിയാൽ ശരിയാവില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, എങ്ങാനും ഈ പ്രവാചകനൊക്കെ ഈ ഹൂറികളുടെ കഥയും അതുപോലുള്ള മറ്റേ പിഡോഫീലിയ എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ വന്നപ്പോൾ ആരായാലും വേണ്ടില്ല, ഒരിക്കലും ഒരു ആക്കരുതേ ഡിങ്ക എന്നത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇപ്പോൾ എന്തായാലും പ്രവചനങ്ങൾ വരുന്നത് ഫലിക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ കുഴി അത് ഇന്ത്യയിൽ തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. അതിപ്പോഴും ഞാനത് പറയും. അതായത് ലോകത്ത് ഇസ്ലാമിന് അടിപതറുക ഹിന്ദു മതത്തിന് മുന്നിലായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഇടുന്നത്. എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത് അതിനകത്ത് കാണുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഉണ്ടാവും ഒരു ചെറിയ ഭാഗം. സ്വമതത്തെ, അതിലെ മിത്തുകൾ എന്ന് സമ്മതിക്കുകയും എന്നാൽ എല്ലാ മതത്തിലും അത്തരം കാര്യങ്ങൾ മിത്തുകളാണ് എന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധിക്കുക അത് ഹിന്ദു മതത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മാത്രമാണ്. കാര്യം പിടികിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുമെങ്കിൽ അതേപോലെ മറ്റുള്ളവരെയും വിമർശിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണ്, അല്ലെങ്കിൽ മറ്റൊരു രൂപമാണ് ഈ പറയുന്നത്. അതായത് ഹിന്ദു മതത്തിൽ പലതുണ്ട്. ഇപ്പോൾ രാമായണത്തിൻ്റെ കഥ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേർഷൻസ് ഓഫ് രാമായണമാണ്. ചിലതിൽ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു, പക്ഷെ അതങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ പല രീതിയിൽ ഈ കഥകൾ മാറിയും മറിഞ്ഞും ഒക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് അങ്ങനെ വേരിയേഷൻസ് വരുന്നതിൻ്റെ ഒരു കാരണം? കാരണം ഇത് ആളുകൾ എഴുതിയതാണ്, ഐതിഹ്യങ്ങളാണ്. ഈ വാക്ക് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐതിഹ്യം എന്ന് പറയുന്നൊരു വാക്ക്. നമ്മൾ മിത്തോളജി, മിത്ത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, ഐതിഹ്യം. ഇത് ഹിന്ദുക്കൾ പോലും പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, നമ്മളുടെ ബിമലും ദീപക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഐതിഹ്യത്തിൽ അങ്ങനെയാണ് എന്ന് വല്ലപ്പോഴൊക്കെ, അത് ഒരിക്കൽ പോലും അവർ മതത്തെക്കുറിച്ച് ചൂണ്ടി പറയുക പോലും ചെയ്യാറില്ല. പക്ഷെ നമ്മളൊക്കെ അപ്പോഴും ഏത് കാര്യം പറയുമ്പോഴും ഞാനൊക്കെ അന്നും ഈ മതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഇവരൊന്നും ഒരിക്കൽ പോലും ഈ മതം അവരുടെ തലയിലൂടെ പോയിരുന്ന ആളുകൾ, ഇനി അഥവാ എന്തെങ്കിലും കുത്തി ചോദിച്ചാൽ തന്നെ അതൊക്കെ കഥയിൽ അങ്ങനെ പലതും ഉണ്ടാവുമെന്ന് അവർ പോലും പറഞ്ഞിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് ആ സാധനങ്ങളൊക്കെ ചരിത്രം, ഐതിഹ്യം എന്നുള്ള വാക്ക് മാറ്റി അത് ചരിത്രം എന്ന വാക്കുകൊണ്ട് സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അവരപ്പോഴും ആ ക്ലോസ് അവിടെ വെക്കുകയാണ്. ഞങ്ങളെ വിമർശിക്കുമെങ്കിൽ നിങ്ങൾ അവരെയും വിമർശിക്കണം. നിങ്ങൾ അവരെ വിമർശിക്കാൻ തയ്യാറാകും എങ്കിൽ മാത്രം മതി ഇവിടെയുള്ള വിമർശനം, അല്ലാതെ ഇവിടെ മാത്രം ഇട്ട് കുണയ്ക്കണ്ട എന്നതാണ് സത്യത്തിൽ ഈ ഹിന്ദു ആക്സിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, ഈ പറയുന്നൊരു സാഹചര്യം ഒരിക്കലും ഇസ്ലാമിന് തരണം ചെയ്യാൻ സാധിക്കില്ല. അടിവരയിട്ട് പറയുന്നു, മഞ്ഞയിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ ഒരു തരണം ചെയ്യൽ സാധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാം ഇല്ലാതെയായി എന്നാണ്. കാരണം ഇസ്ലാം നിലനിൽക്കുന്നത് എന്താണ്? ഇസ്ലാമിലെ ദൈവികത എന്ന് പറയുന്നൊരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവിടെ സ്പിരിച്വൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഈ ഹിന്ദു മതത്തിൽ അതുണ്ട്, ഒരു സ്പിരിച്വൽ ഒരു ഹിന്ദുയിസം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണനോ രാമനോ ഒന്നുമില്ലാതെ തന്നെ ഒരു പരബ്രഹ്മത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വേറെ എന്തോ ഒരു ചൈതന്യത്തിലൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാം. ഇനി ഒന്നും വിശ്വസിക്കാതെ ഒരു ചാർവാകൻ്റെ അടിമയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം. ഒരു മതത്തിലും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ഒരു ദൈവത്തിലും വിശ്വസിക്കാതെ ഒരു നിരീശ്വരവാദിയായിട്ട് പോലും നിങ്ങൾക്കൊരു ഹിന്ദുവായിട്ട് നിൽക്കാം. ഇസ്ലാമിൽ എവിടെയാണ് അതിനുള്ള സാധ്യത? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മതം വേഴ്സസ് മതം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങളൊരു മത്സരത്തിന് ഇറങ്ങിയാൽ അവിടെ ഇസ്ലാമിന് പല കാര്യങ്ങളിലും പല മേഖലയിലും അടിപതറും. അതാണ് അവിടെ ഉണ്ടാവുക. അന്ധവിശ്വാസങ്ങൾ ചിലപ്പോൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം പലതും ഹിന്ദു മതത്തിലും ഇതിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലത് ഹിന്ദു മതത്തിൽ തന്നെയാണ് നല്ല അടിപൊളി അന്ധവിശ്വാസം. പക്ഷേ ഇങ്ങനെയുള്ള ചില ഫിലോസഫിക്കൽ ആംഗിളിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്ലാം പണി പാളും എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഒരുക്കാൻ തരം കിട്ടിയാൽ ശാസ്ത്രം തിരുകുന്ന ക്രിസ്തു മതത്തിന് ഒരിക്കലും സാധിക്കില്ല. ആ ഒരു സംഗതി അവർക്ക് സാധിച്ചിരുന്നുമില്ല. അതായത് ഇസ്ലാം എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ക്രിസ്ത്യാനിറ്റി അത് ചെയ്തുകൊണ്ടിരിക്കില്ല.
അത് ചെയ്ത് അവർ വിജയിക്കാനും പോകുന്നില്ല, അവർ പിന്മാറും. എന്താ ഇപ്പോൾ ലാസ്റ്റ് കാണുന്നത്? പരിണാമമൊക്കെ ശരിയാണെന്ന് പോപ്പ് വരെ വന്ന് പറയുന്ന അവസ്ഥയാണ് വത്തിക്കാനിൽ. അതങ്ങ് സമ്മതിച്ചേക്ക് എന്ന് പറയുന്നൊരവസ്ഥ. അത് കർത്താവ് തൽക്കാലം എന്താണ് DNA ഉണ്ടാക്കി ബാക്കിയൊക്കെ പരിണാമമാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ പോരെ. പരിണാമം നടക്കട്ടെ, കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറ്റൂലല്ലോ. പരിണാമം തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ മസിൽ പിടിക്കണ്ട എന്ന് ക്രിസ്തു മതത്തിലെ ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കുറച്ച് കഴിയുമ്പോൾ മുസ്ലിങ്ങളും വരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സുകുമാരൻ നായരുടെ പ്രസ്താവന പോലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ സുകുമാരൻ നായർ പറഞ്ഞതെന്നുള്ളത് ഞാൻ അവസാനം ഒന്ന് കേൾപ്പിക്കാം. കാരണം ഇപ്പോൾ പറഞ്ഞ വിഷയം തന്നെയാണ് സുകുമാരൻ നായർ എന്ന് പറഞ്ഞത്, NSSൻ്റെ നേതാവ്. ഈ സംഗതി നിങ്ങൾ ഞങ്ങളുടെ മണ്ടയ്ക്ക് മാത്രം കയറുകയാണെങ്കിൽ എല്ലായിടത്തും കയറണം എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ ഇതിൽ കയറണ്ട, അവരുടെ ഇതിലും കയറണ്ട എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ഇതിൽ കയറണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും കയറണം, അല്ലാതെ ഇവിടെ മാത്രമായിട്ട് കയറണ്ട എന്നതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് നാളുകൾക്ക് മുന്നേ വീണ്ടും ഞാനൊരു പ്രവചനം അല്ലെങ്കിൽ ഒരു ഇതുപോലെ പരിപാടി നടത്തിയതിൻ്റെ പേര് ഹിന്ദുവിനെ ഉണർത്തി എന്നാണ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത്, അതായത് ഈ ഹിന്ദു ആക്സിസ് അത് അവിടെ രൂപം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം അവിടെ നടന്നോ ആ മൊത്തം പ്രോസസ്സിനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പേരിട്ട് വിളിക്കാം. ഹിന്ദുവിനെ ഉണർന്നു, ഈ ഹിന്ദുവെ ഉണരൂ എന്ന് പറഞ്ഞ് നമ്മളുടെ കുറേ ബാനറൊക്കെ ഒട്ടിച്ച് നടന്നു. നമ്മളുടെ ശശികല ടീച്ചർ അതിൻ്റെ ആ ഒരു വാചകം പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ സംഗതി പറഞ്ഞ് എന്തായാലും ഹിന്ദു അവിടെ ഉണർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായയും കുടിച്ച് ബാക്കി പണി തുടങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ ഉണർന്നതിൻ്റെ ഭാഗമായിട്ട് അനുശ്രീയെ പോലെയൊക്കെയുള്ള നടികൾ പോലും വന്നിട്ട് ഞാനൊരു സംഖ്യയാണെന്നൊക്കെ പറയാൻ മടിച്ചു നിന്നിരുന്നിടത്ത് പോട്ടെ, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. സംഘിയും ഹിന്ദുമത വിശ്വാസിയും രണ്ടാണ്. അത് കഴിഞ്ഞിട്ട് മതിയല്ലോ സംഘി. അപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, ഞാനൊരു രാമഭക്തനാണ്, ഭക്ത ആണ്, അതല്ലെങ്കിൽ ഞാനൊരു കൃഷ്ണ ഭക്തനാണ്, ഭക്തയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്വാമി അയ്യപ്പൻ്റെ ഭക്തനാണ്, ഭക്തയാണ് എന്നൊക്കെ പറയാൻ പോലും നാണം കൊണ്ടിരുന്ന മടിച്ചു നിന്നിരുന്ന ആളുകൾ ഇന്ന് പറയാണ് ജയ് ശ്രീറാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഓം നമ ശിവായ എന്നൊക്കെ മറ്റേ ബൈക്കിൻ്റെ മുകളിലും കാറുമിലൊക്കെ എഴുതി ഒട്ടിക്കുന്ന അവസ്ഥയിലേക്ക്. എന്താ കാരണം? കാക്കമാർ. വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ? ഇതാണ് ചോദ്യം. കാരണം കാക്കമാർ എവിടെ നോക്കിയാലും 5 നേരം ബാങ്ക് വിളി, ബസ്സിലും കാറിലും എവിടെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി വെക്കുന്നു, മതിലുമേൽ എഴുതി വെക്കുന്നു. ഇത് എഴുതി ബാക്കിയുള്ള ആളുകളെ ചൊടിപ്പിച്ച് ഹിന്ദു ഉണർന്നു, അവിടെ ഇപ്പോൾ കസേരയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി ഇനി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ളതാണ് ഒരു വിഷയം. പക്ഷേ ചില മുൻകരുതലുകൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ, ഒരു കോ എക്സിസ്റ്റൻസ് ലക്ഷ്യം വെക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി പറഞ്ഞു വെക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് വന്നത് നന്നായി എന്നും ഈ ഹിന്ദു ആക്സിസാണ് വരേണ്ടത് എന്നുമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും. അതിന് വേണ്ടിയിട്ടല്ല. അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ, ഈ റൂട്ട് കോസിനെ കുറിച്ച് നമുക്കൊരു ബോധം വന്നാൽ നമുക്ക് ആവേശം ലേശം കുറയും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സമ്മാനം അടിക്കുന്നു, ആ സമ്മാനം അടിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, അതുകൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവാണ് ഓക്കെ എനിക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഇതിന് മുന്നേ ഉള്ള ആൾ കളിയിൽ നിന്ന് പിന്മാറുകയാണ്, അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അവിടെ 1ാം സ്ഥാനം കിട്ടും എന്ന് നമുക്ക് മനസ്സിലായാൽ, അങ്ങനെ ഒരു 1ാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കിട്ടി എന്നുള്ളൊരു സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആവേശം ഒരു ലേശം കുറയും. നമ്മളുടെ ആ ഒരു ഉത്സാഹ കമ്മിറ്റിക്കാരൻ ആയി മാറിയിട്ടുണ്ടാവുന്ന ആ ഒരു വെപ്രാളവും അതിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും അതിനൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അതുതന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ളൊരു ഡീസെൻസിറ്റൈസേഷനാണ്. അതായത് ഒരു ഇൻക്രീസ്ഡ് പവർ, ഒരു ഫീൽ വരുമ്പോൾ നമുക്ക് പല പോക്കരിത്തരങ്ങളും ചെയ്യാൻ തോന്നും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് പല സംഘ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വയലൻസ് ഒക്കെ എടുക്കാം എന്നൊരു നിലപാട്. പള്ളി പൊളിച്ചതിൽ അതിലൊരു തെറ്റുമില്ല എന്ന് പറയുന്ന ആളുകൾ. പക്ഷേ ഞാൻ അവിടെ സമാനമായിട്ട് പറയുകയാണ്, പള്ളി പൊളിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന സംഘപരിവാറുകാരെയും ഞാൻ കണ്ടു. ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം ആളുകളും സംഘ ഭക്തരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളോ അല്ല, എന്നാൽ പോലും അവർ പറയുന്നത് പള്ളി പൊളിക്കാൻ പാടില്ലായിരുന്നു, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെ നമ്മൾ കാണുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, പള്ളി പൊളിച്ചതിലൊരു തെറ്റുമില്ല. അത് വലിയ അപകടമാണ്. ആ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ആ സൂയിസൈഡ് ബോംബിങ് ആണെങ്കിൽ പോലും അതിൽ തെറ്റില്ല, അത് അത്യന്താപേക്ഷിതമായൊരവസ്ഥയിൽ അത് ചെയ്യാനുള്ള അനുവാദമുണ്ട്, ഇതാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഏതുപോലെ നമ്മളുടെ ജാക്കിർ നായിക്ക് പറയുന്ന അതല്ലേ, സൂയിസൈഡ് ബോംബിങ് ക്യാൻ ബി യൂസ്ഡ്
ആസ് എ മീൻസ് ഇൻ ഇസ്ലാമിക് വാർ, ജിഹാദ് എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സൂയിസൈഡ് ബോംബിംഗ് ഒരു വാർ ടാക്റ്റിക്കായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് അത്യാവശ്യ ഘട്ടം എന്ന് പറയുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ ആവേശം കുറയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാനിന്ന് ഈ സംഗതിയുടെ തൊട്ട് മുന്നേ ഒരു എക്സ്പെരിമെൻ്റ് എന്നോണം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ മന്ത്രി എഴുതിയിട്ട MLA എഴുതിയിട്ട സംഗതി, അതിൻ്റെ സമാനമായ രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു വേർഷൻ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തു, ഒരു അൽ രാമായണം എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അൽ രാമായണം. രാമൻ ഒരു സാധുവായിരുന്നില്ല, കാലിൽ ആണി ഉണ്ടായിരുന്നുമില്ല, അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടക്കാരനായിരുന്നു. ഒരു ദിവസം രാവിലെ നാസ്ത കഴിക്കാൻ ഒരുങ്ങവേ അപ്പുറത്തെ മമ്മദിക്കാടെ ബീവി വെച്ച മൂരിയിറച്ചി പരട്ടിയത് ബാക്കിയുണ്ടോ സീതേച്ചി? ലക്ഷ്മണൻ ചോദിച്ചു. ഇല്ല ലക്ഷ്മു, അത് തീർന്നല്ലോ. കഷ്ടായില്ലോ. ലക്ഷ്മണൻ വിശന്ന കണ്ണനായി. രാമൻ ചേട്ടാ, ഇച്ചിരി കോഴിയിറച്ചി കിട്ടിയാൽ ഞാൻ നല്ല പൊറോട്ട ഉണ്ടാക്കി തരാട്ടാ, സീത സ്നേഹത്തോടെ അരുളി. ഇത് കേട്ട രാമൻ എടുത്തു ചാടി എഴുന്നേറ്റു. എടുത്തുചാട്ടക്കാരനാണല്ലോ. എന്നിട്ട് കോഴിയെ പിടിക്കാൻ ഇറങ്ങി. ഇറങ്ങാൻ നോക്കവേ ദാ പോകുന്ന ഒരു മാൻ. സീത തുള്ളിച്ചാടി. സീതയ്ക്കും ആണിരോഗം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായോ സാറേ? പിടിക്ക് അറുക്ക്, നമുക്ക് കറി വെക്കാം. രാമേട്ടാ ചെല്ല്. സീത തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. എടുത്തുചാട്ടക്കാരനായ രാമൻ പിന്നെ ഒന്നും നോക്കിയില്ല. ചുമരിൽ തൂക്കിയ തുരുമ്പിച്ച ആ അമ്പും വില്ലും എടുത്ത് കുലച്ചൊരു അമ്പ ചെയ്തു. അൽഫഹം വെന്തില്ല, ഉന്നം തെറ്റിയില്ല. രാമൻ നെടുവീർപ്പിട്ടു. ചത്ത മാനയും തൂക്കിയെടുത്ത് രാമൻ നേരെ വീട്ടിലേക്ക്. ദേ കിടക്കുന്നു നിന്റെ മാൻ പറഞ്ഞു. മാനിനെ നിലത്ത് വെച്ച് രാമൻ സീതയോട് പറഞ്ഞു. സീത ഓടി വന്ന് നോക്കി, ഞെട്ടി. എൻ്റെ ബദരീങ്ങളെ! സീത അലറിക്കരഞ്ഞു. എന്തു പറ്റി സീതേ? ലക്ഷ്മണൻ ഓടി വന്നു. നോക്ക്, അങ്ങോട്ട് നോക്ക്. അത് കണ്ട് രാമനും ലക്ഷ്മണനും അങ്ങോട്ട് നോക്കി, ഞെട്ടി. അത് മാനല്ല രാമ, അത് സുലൈമാനാണ്, സുലൈമാൻ. ഇതാണ് എഴുതി വെച്ചത്, ചുമ്മാ. അപ്പം ഞാനിത് ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവം വന്നു കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ താഴെ വരുന്ന, എൻ്റെ ചാനൽ മുഴുവൻ സംഖ്യകളാണെന്നാണല്ലോ പറയുന്നത്, ആ സംഖ്യകളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി. നിങ്ങൾക്ക് നോക്കാം, ആ കമ്മ്യൂണിറ്റി ടാബിൽ ഈ പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. 300-ഓളം ലൈക്ക് എങ്ങാണ്ടായിട്ടുണ്ട്. അവിടെ ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദു നാമധാരി, നിങ്ങൾ മുസ്ലിം നാമധാരി എന്ന് പറയുന്ന പോലെ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ വന്ന് പറയുന്ന വാചകം അതിതാണ്: ചേട്ടാ, നിങ്ങൾ എന്തെഴുതിയാലും ഞാൻ സ്വീകരിക്കും, നിങ്ങളെല്ലാവരെയും വിമർശിക്കും, പക്ഷേ ഇവിടെ ചില മൂരികളുണ്ട്, ഹിന്ദുവിൻ്റെ മാത്രം അണ്ണാക്കിൽ വരെ കൈകടത്തി നോക്കുന്നവർ, ഹിന്ദുവിൻ്റെ മാത്രം അണ്ണാക്കിൽ കൈകടത്തി നോക്കുന്നവർ. ഇതാണ് ഞാനും പറഞ്ഞത്. ഹിന്ദു ആക്സിസ് ആണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഹിന്ദുവിനെ മാത്രം നവീകരിക്കാൻ ഇറങ്ങി തിരിച്ചാൽ എല്ലാവരെയും നവീകരിക്കണം, ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. അതുകൂടാതെ നിങ്ങൾ നോക്കുക, ഓരോ ആളുകളും സുധ, പിന്നെ പല പേരുകൾ, ഗോപിനാഥൻ നായർ, അതുപോലെ ഭരതം, പിന്നെ നിതിൻ, അങ്ങനെ ഓരോ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ കമൻസ് കിടക്കുന്നു. ഒരു ഹിന്ദു നാമധാരി പോലും വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നില്ല, ഇത് എഴുതിയതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ചിട്ടില്ല. ഇനി ഇതെങ്ങാനും ഞാൻ കുറച്ച് മുന്നേ നമ്മളുടെ ഒരു ചിത്രം അവിടെ വെച്ചിരുന്നു, അതായത് ഒരു വധു വരൻ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം, അതിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള തെറിവിളികൾ നോക്കണം. ഇതിൻ്റെ തന്നെ ഈ കൂട്ടത്തിലൊരു കമൻറ്റ് വന്ന് കിടപ്പുണ്ട്, നല്ല അസൽ ഒരു പോസ്റ്റ്. എന്താണ് അത് എഴുതിയിരിക്കുന്ന ഒരു ആസിഫ് ബോസ് നാസർ എന്ന് പറയുന്ന ഒരു കാക്കാനാണ്, ഒരു മദ്രസ പൊട്ടൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹിന്ദു മതം എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്ന ബട്ട് കപട ഹിന്ദുക്കൾ, ഈ ആരിഫ് ഹുസൈനെ പോലെ നക്കാപ്പിച്ച വാങ്ങി നക്കി ബാക്കി മതക്കാരെ കുറ്റം പറയുന്നവൻ, ഇവനെ പോലെ കുറേ എണ്ണമാണ് ഇന്ത്യയുടെ ശാപം, ഇതുപോലെയുള്ള വൈറസ് എല്ലാ മതത്തിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, കപട ഹിന്ദുക്കൾ. എന്താണ് ഈ കപട ഹിന്ദുക്കൾ എന്ന് പറയുന്നൊരു വാക്ക്? അതായത് ഹിന്ദുവായിട്ട് നിൽക്കുന്നു എന്നിട്ട് ഹിന്ദു അല്ലാതെ കപട മുസ്ലിം എന്ന് നമുക്കറിയാം, അതായത് അള്ളാഹുവിലും നബിയിലും വിശ്വസിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ജീവിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വെറുതെ വായ കൊണ്ട് മാത്രം പറയുന്നത്, അത് വിശ്വാസത്തിലില്ലാതെ ജീവിക്കുന്ന ആളുകൾ. ഇതിനെയാണ് നമുക്ക് മുനാഫിഖ് എന്ന് വിളിക്കുന്ന സാധനം, കപട വിശ്വാസി എന്ന് ഇസ്ലാം ഖുർആനിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള വാക്കാണത്.
അപ്പോൾ ഇതുപോലൊരു വാക്ക് ഹിന്ദുവിന് ഇട്ട് കൊടുക്കുകയാണ്. ഹിന്ദുവിൽ എവിടെ അങ്ങനെ ഒരു സാധനം? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വസിക്കാതെയും ഹിന്ദുവായിട്ട് തുടരാമെന്നാണ് പറയുന്നത്. അവിടെ എവിടെയാണ് കപട ഹിന്ദു എന്ന് പറഞ്ഞിട്ടൊരു സാധനം? അതില്ല. പിന്നെ എന്താണ് നമ്മൾ ഈ കാക്ക കുഞ്ഞ് ഉദ്ദേശിച്ചത്? കാക്കാൻ കുഞ്ഞ് ഉദ്ദേശിച്ചതൊന്നുമല്ല. കണ്ടോ നിങ്ങളെ പറയുന്നത് കണ്ടോ, ഇവനെ വെറുതെ വിടരുത്, 2 തെറി വിളിക്ക് എന്നതാണ് സത്യത്തിൽ ഈ പോസ്റ്റിൻ്റെ ഒരു അണ്ടർ ടോൺ എന്ന് പറയുന്നത്. ഇവൻ അങ്ങനെ വിടാൻ പാടില്ല. ഇതുപോലുള്ള എല്ലാ മതത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതായത് ഇവർ നമ്മളെ തെറി വിളിക്കുന്നത് ശരിയാണ് എന്നും കൂടി വരുത്തി തീർക്കാനാണ് ഈ പോസ്റ്റിന് ഇങ്ങനെ ഒരൊറ്റ കമൻറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴെ. അതിന് ആൾക്കുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തിരുന്നു. കപട ഹിന്ദുക്കൾ ഉവ്വ, മിസ്റ്റർ മദ്രസ വാണം, തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുക. ഹിന്ദുമതം എല്ലാ വിമർശനവും ഏറ്റുവാങ്ങി തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ഹിന്ദുക്കളെ ഇപ്പോൾ ഉണർത്തിയത് നിങ്ങളും കമ്മികളും കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ കൊണയ്ക്കണ്ട. തൽക്കാലം ഇത് മതനിന്ദയായി കാണാത്തവർ കൈകാര്യം ചെയ്തോളും. മദ്രസ വാണത്തിൻ്റെ ഉപദേശം വേണ്ട. ഇനി ഉപദേശിക്കാൻ മുട്ടുന്നുണ്ട് എങ്കിൽ വല്ല സൗദിയിൽ പോയോ പാകിസ്ഥാനിൽ പോയോ അവിടെ സർ തൻസെ ജുദ എന്നും പറഞ്ഞ് പള്ളക്ക് കത്തി കയറ്റുന്ന സഹമദ്രസ വാണങ്ങളെ ഉപദേശിക്കുക. അപ്പോൾ കോയ ചെല്ല്. ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളൂ, ഇവിടെയും പറയാനുള്ളൂ. ഈ പരിപ്പ്, ഈ ദാൽ വന്ത് ഇവിടെ കുക്ക് നഹി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിവിടെ വേവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരിപാടി നടക്കില്ല. ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ 2 ടാക്ടിക്സാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുടെ അത്യുന്നതങ്ങളിൽ എന്നൊക്കെ പറയുന്ന സാധനം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം എന്തോ ഇതിനകത്ത് ട്രെയിൻഡ് ആയിട്ട് പറയുന്നത് അല്ല. എല്ലാ വിശ്വാസികളും ചെയ്യുന്ന കാര്യമാണ് ഇത്. നമ്മളുടെ അമ്മമാരടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിന്നെ ഞാൻ 10 മാസം ചുമന്ന് പെറ്റില്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും അമ്മമാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന മാതാപിതാക്കൾ. അല്ലെങ്കിൽ നിനക്ക് ഞാൻ അന്ന് വലിയ കഷ്ടത്തിലായിരുന്നപ്പോൾ 15 ഉറുപ്പിയുടെ ഒരു മിഠായി വാങ്ങി തന്നില്ലേ, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങളെ ചുറ്റിനുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഉപയോഗിക്കുകയാണ്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ അതിന് ഉപയോഗിക്കുന്ന ആ ടാക്ടിക് എന്ന് പറയുന്നത്, ഈ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നൊരു സംഭവം. അതായത് നിങ്ങളിതൊക്കെ കേട്ടിങ്ങനെ മിണ്ടാതിരിക്കുകയാണോ എന്ന ചോദ്യവും, അതോടൊപ്പം നിങ്ങൾ വലിയ ഒരു കുഴപ്പമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നത് മോശമാണ്, നിങ്ങൾ ഒരു മോശക്കാരനായി മാറിയിരിക്കുന്നു, നിങ്ങളൊരു തെറ്റ് ചെയ്ത ഒരാളായി മാറിയിരിക്കുന്നു, ഇതിന് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ തെറ്റുകാരനായി മാറും എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഇവനെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെക്കുന്നത് ഈ ഒരു സാധനമാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ ഈ അയോധ്യ വിഷയം ആകെത്തുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ സംഘപരിവാറിൻ്റെ ചിത്രമാണ് ഓർമ്മ വരിക. പക്ഷേ 1800-കൾ മുതൽ ഇത് ചർച്ചയാകുന്നു, വലിയ തർക്കങ്ങൾ പോകുന്നു. അവിടെ പല രീതിയിൽ കേസും കൂട്ടമൊക്കെ ആയിട്ട് അന്ന് മുതൽ നടക്കുന്ന വിഷയത്തിൽ സംഘപരിവാറും BJPയും ഇതിനകത്ത് ആ പിക്ചറിലേക്ക് വരുന്നത് പോലും 1990-കൾക്ക് ശേഷമാണ്. ആ സമയം ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? അതിനകത്ത് ഈ ഇടത് ചരിത്രകാരന്മാർ എന്ന് പറയുന്ന ആളുകൾ, അതിൽ തന്നെ ഇർഫാൻ ഹബീബും അതുപോലെ റൊമീല താപ്പർ എന്ന് പറയുന്ന 2 ആളുകൾ, ഇതൊക്കെ വലതുപക്ഷ മീഡിയയിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിസ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ടു ദ റൈറ്റ് വിങ്. കാരണം ഇത് ഇന്ന് അവരുടെ കാലമായി മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ലോകത്ത് എമ്പാടും വലതുപക്ഷം ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ കണ്ട ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, നിങ്ങൾക്ക് ജൂയിഷ് സ്റ്റേറ്റ് അവിടെ ഉണ്ടാകരുത് എന്നതാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ കാലുകുത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂപ്പര് തിരിച്ചു വന്നാൽ ഐഡിയോളജിയുടെ ബേസിസിൽ ഒരു ഫിൽറ്ററിങ് കൊണ്ടുവന്ന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദമായിട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ വലതുപക്ഷം വളരുന്നത്, എങ്ങനെയാണ് യൂറോപ്പിൽ ഈ വലതുപക്ഷം വളരുന്നത്, എങ്ങനെയാണ് ഡെൻമാർക്കിൽ, ഫ്രാൻസിൽ, അങ്ങനെ ഓരോ സ്ഥലം നിങ്ങൾ എടുത്ത് നോക്കുക. ആ വലതുപക്ഷം വളർന്നതിൻ്റെ കാരണം ഇതേ ഇസ്ലാമോ ലെഫ്റ്റ് പ്ലസ് ഈ വോക്കിസം കൂടി ചേരുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അത് തന്നെയാണ് ചേരുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലതുപക്ഷത്തിൻ്റെ ആളുകൾ പറയുന്ന കാര്യങ്ങളെ ഡിമോണൈസ് ചെയ്തുകൊണ്ട്, അത് ഇഗ്നോർ ചെയ്തുകൊണ്ട്, അഡ്രസ്സ് ചെയ്യാതെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർ പറയുന്നത് കേട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്തും തന്നെയാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാനും
ടു കീപ്പ് ഇൻ ടച്ച് ആൻഡ് ഒരു എന്താ പറയുക ഒരു കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് ടെലഗ്രാമിൽ, ഹലോ ഫ്രീ തിങ്കർ. അതിനകത്തൊരു അഡ്മിൻ, ഒരു സംഘീയ അഡ്മിൻ, ഞാൻ അങ്ങനെ തന്നെയാണ് പേരിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം, ഓക്കെ അഡ്മിൻ ആവുന്നു. അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ നിരന്തരം എനിക്ക് പേഴ്സണൽ മെസ്സേജാണ് അയക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ട് എന്നാലും ആവർത്തിക്കുകയാണ്. അത് പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരാൾ വെച്ചിരിക്കുന്നത്, അയാൾ കൊണ്ടുവരുന്ന സാധനമൊക്കെ കാണും. ഞാൻ പറഞ്ഞു അയാൾ കൊണ്ടുവരുന്ന സാധനം കണ്ടാൽ എന്താ, നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അയാളുടെ അണ്ണാക്കിൽ കൊടുത്തിട്ട് അയാളുടെ ഉത്തരം മുട്ടിക്കുക, അതല്ല വേണ്ടത്. അല്ലാതെ അയാളെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞെങ്ങനെ ശരിയാ? ക്യാൻസലിങ് വന്ന് ഹറാം, അതിവിടെ നടക്കില്ല. നിങ്ങൾക്ക് അയാളെ ഉത്തരം കൊടുക്കാനുള്ള വേദിയാണ്, ഉത്തരം കൊടുത്താൽ അയാളെ നിശബ്ദനാക്കൂ. ഇതുവരെ അയാൾ നിശബ്ദനായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ വളരെ ഊർജ്ജസ്വലനായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു സംഘീയ കയ്യോടെ ഉത്തരം മുട്ടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കടന്നു വരിക, ഹലോ ഫ്രീ തിങ്കർ. നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് അതിനകത്തേക്ക് കടന്നു വരാം. നിങ്ങൾ ചർച്ചയിൽ ഏർപ്പെടുക, ആളുകളുമായിട്ട് സംസാരിക്കുക. അത് സംഘീയെന്നോ കൊങ്ങിയെന്നോ ഒന്നും നോക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ മുന്നിൽ വരുന്ന വിവരങ്ങൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, തിരുത്തും. അത് പരിഹരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു കോ എക്സിസ്റ്റൻസ്, എനിക്ക് നിൽക്കണം, നിങ്ങൾക്ക് നിൽക്കണം, ജീവിക്കണം. അതിന് വേണ്ടത് ഇത് തിരുത്തുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഹിന്ദു ആക്സിസ് അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക, ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംഗതി എങ്ങനെയായിരിക്കുമെന്നുള്ളതിൻ്റെ അവരുടെ ആ അജണ്ട സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അത് വളരെ ക്ലിയറായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് മുന്നേ വന്നതാണ്, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഇത് ആവശ്യമായിട്ട് വരുന്നു. സുകുമാരൻ നായർ ഓൺ ദ സ്റ്റേജ്. ഞങ്ങൾ ലോഡ് കത്തിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ആരെയും കൊല്ലുന്നില്ലല്ലോ, ഞങ്ങൾ ആരെയും ആവശ്യമില്ലാതെ ദണ്ഡിപ്പിക്കുന്നില്ലല്ലോ, ഇതല്ലേ ചെയ്യുന്നുള്ളൂ ശാന്തമായിട്ട്. അതാണ് നേതൃത്വം, അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതൊക്കെ പ്രാന്ത അല്ലല്ല, അതൊക്കെ പ്രാന്ത. ആര് കണ്ടുപിടിച്ചു? ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയച്ചു വന്നത്? അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവസരത്തിനൊപ്പം നമുക്കിട്ട് പണിയുക, അത് കയ്യിലിരിക്കട്ടെ. അത് ഹിന്ദുവിനോട് വേണ്ട, അതിനെ നേരിടാനുള്ള ശക്തി ഹിന്ദുവിനുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. ഓക്കെ, ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ നമ്മളുടെ ഗണപതി മുത്തും ആ വിവാദത്തിൽ വന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് അത് ആ സമയത്ത്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ പുഷ്പക വിമാനത്തിൻ്റെ കാര്യം പറയുന്നു, അതുപോലെയുള്ള പല പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതൊക്കെ ശരിയാണോ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതായത് അങ്ങനെ പുഷ്പക വിമാനം ഉണ്ടെന്നും അതൊക്കെ പ്രോട്ടോടൈപ്പാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവർക്ക് ഭ്രാന്താണെന്നാണ് ഈ ഹിന്ദുമതത്തിൻ്റെ വക്താവായിട്ടുള്ള ഈ സുകുമാരൻ നായർ തന്നെ പറയുന്നത്. അതായത് അങ്ങനെയൊന്നും പോകണ്ട, വിശ്വാസത്തിനെ വിശ്വാസമായിട്ട് നിലനിർത്തി അത് അതിൻ്റെ വഴിക്ക് വിടുക, അത് ശാസ്ത്രവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന്, ഈ ഒരു വാദം പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിക്കുമോ? അവരെന്താ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ പണ്ട് ഒരു ആഴക്കടലിൽ മറ്റേ ഒരു മുങ്ങിക്കപ്പൽ അത് ഇംപ്ലോഡ് ചെയ്തപ്പോൾ ഉടനെ പറഞ്ഞു, കണ്ടില്ലേ ഇരുട്ടുകളെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ്. ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഇത്രയും ആഴത്തിലേക്കൊന്നും പോകണ്ട, അത് ഒരു കോമൺ സെൻസർ ഉള്ള ആൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. അതുപോലെ പല പല അബദ്ധങ്ങൾ പറഞ്ഞ് ഇസ്ലാം തന്നെ കുഴിയിൽ തോണ്ടിയപ്പോൾ അത് ഇനി പറയണ്ട, ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ എംബാരസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ശാസ്ത്രം പറയുന്നത് നിർത്തി എന്ന് പറഞ്ഞ് എംബ്രയോളജി ഇൻ ഖുറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദം കൊണ്ട് നടന്നിരുന്ന ചില ദവാ പ്രവർത്തകരായിട്ടുള്ള ഹംസ സോഴ്സസിനെ പോലെയുള്ള ആളുകൾ അത് കീറിക്കളയുന്ന വീഡിയോ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഞാനത് നിർത്തി എന്നാണ് പുള്ളി പറയുന്നത്. അത് പറയരുത്. എന്താണ് ഇത്, സയൻറ്റിഫിക് മിറക്കിൾ ക്ലെയിം ഇൻ ഖുറാൻ, അത് പാടില്ല എന്ന് പറയുന്ന ഇസ്ലാം മത പ്രബോധകർ പോലും ഉണ്ടെന്ന്. അപ്പോഴാണ് നമ്മളുടെ കേരളത്തിലേക്ക് കാക്കമാർ ഇന്ന് തള്ളിമറിക്കണം. ഇപ്പോഴും ഇതിൻ്റെ ചവിട്ടിലുണ്ടാവും നമ്മളുടെ കുറേ മദ്രസ ജീവികൾ, എന്തായാലും ആവട്ടെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹവും ശാസ്ത്രം തിരുകുന്നില്ല, വേറെ ആരും തിരുകണ്ട. ഇനി അങ്ങനെ തിരുകാൻ വന്നാൽ ചോദ്യം വരും, എന്താണ് ഏഴാൻ ആകാശത്ത് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അതെവിടെയാണ്, ആരാണ് പോയിട്ട് വന്നതെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം വരും. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ഒരു വിഷയത്തിൽ ഹിന്ദു മതത്തിനെ വിമർശിക്കുന്നത് എത്രമാത്രം ഇനി മുന്നോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ഇസ്ലാമായിരിക്കും ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. കാരണം ഇവർ ഓരോ സംഗതിയെക്കുറിച്ച് പറയുമ്പോഴും ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം, ഞങ്ങളെ മാത്രം പറഞ്ഞാൽ പോരാ, മറ്റവരെയും പറയണം, ഞങ്ങളെ മാത്രം പറഞ്ഞാൽ പോരാ, അവരെയും പറയണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോൾ രാമനെ വിമർശിച്ചാലും കൂടെ മുഹമ്മദോ രാമനോ കൂടെ ഉണ്ടാവും. നിങ്ങളെപ്പോൾ ഗണപതിയെ പറഞ്ഞാലും അവിടെ രാമനും മുഹമ്മദും ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാധാരണ ഒരു 1:1 റേഷ്യോയിലാണ് പോകേണ്ടതെന്ന് നമുക്ക് പറയാം. അതായത് നിങ്ങൾ രാമനെക്കുറിച്ച് പറയുന്നു, അവിടെ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നു, അവിടെ തീരേണ്ടതാണ്. പക്ഷേ പ്രശ്നം ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു പോളിത്തിസ്റ്റിക്
റിലീജിയനാണ്. അവിടെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ രാമനെ എടുക്കുന്നു, കൃഷ്ണനെ എടുക്കുന്നു, രാവണനെ എടുക്കുന്നു, ഇനി ഹനുമാൻ, അങ്ങനെ ഒരു 5 ആളെ നിങ്ങൾ എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ രാമനെക്കുറിച്ച് പറയുന്നു വിമർശനം, ഗണപതിയെക്കുറിച്ച് പറയുന്നു, കൃഷ്ണനെക്കുറിച്ച് പറയുന്നു, പിന്നെ ശിവനെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മാവിനെക്കുറിച്ച് പറയുന്നു. 5 പേരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഈ 5 പേരെക്കുറിച്ച് പറയുമ്പോഴും അപ്പുറത്ത് മുഹമ്മദിനെക്കുറിച്ച് പറയും. അപ്പോൾ സംഭവം എന്താ ഉണ്ടായത്? ഓരോ തവണ ഈ ഓരോ ദൈവത്തെക്കുറിച്ച് പറയും, അപ്പുറത്ത് പ്രതിപാദിക്കപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് ഒരേ ആളാണ്, അള്ളാഹു, മുഹമ്മദ്, ഇതിലേതെങ്കിലും ഒരാളാണ് വരിക. അപ്പോൾ എന്താ ഈ സംഭവം? ഇവിടെ 5 പേരെ നിങ്ങൾ പറയുമ്പോൾ അപ്പുറത്ത് 5 പേര് വരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രാമൻ ഒരു തവണയെ തെറി കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ, കൃഷ്ണൻ ഒരു തവണയെ തെറി കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ, ഗണപതിക്ക് ഒരു തവണയെ തെറി കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ, ബ്രഹ്മാവ് ഒരു തവണയെ തെറി കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഓരോ ആളെ തെറി പറയുമ്പോഴും അപ്പുറത്ത് തെറി കേൾക്കുന്ന ആളുകൾ ഒരേ ആൾ തന്നെയാണ് എന്ന് വരുമ്പോൾ ഇതിൻ്റെ ഒരു 5 മടങ്ങ് അല്ലെങ്കിൽ ഒരു 10 മടങ്ങ്, അല്ലെങ്കിൽ ഞാൻ പറയും ഒരു 100 മടങ്ങ് എഫക്റ്റിലാണ് വരിക. കാരണം അപ്പുറത്ത് മുഹമ്മദും അള്ളാഹും ഒരുമിച്ചാണ് ക്രൂശിൽ ഏറ്റപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ വ്യാപ്തി ആലോചിച്ച് നോക്കുക. ഇനി പറയാൻ പോകുന്നത് ഇവർ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ മതി എന്നുള്ള ലെവലിലേക്ക് വരും. കാരണം എന്താണ്? ഇത് കുറേ കാലം ഇവർ കൊണ്ട് നടന്നിരുന്നതാണ്, കേട്ട് നടന്നിരുന്നതാണ്. അത് സിനിമയായിട്ടും കഥയായിട്ടും കവിതയായിട്ടും കാർട്ടൂണായിട്ടും ഒക്കെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന സംഭവമാണ്. ഇനി അത് പറ്റില്ല. ഇനി ഇത് പറയുമ്പോൾ അവിടെയും പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത് തന്നെയാണ് അവിടെ വരിക. അപ്പോൾ കാര്യത്തിൻ്റെ കിടപ്പ് ഏതാണ്ട് പിടിയിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഹിന്ദു ആക്സിസ്. ഇത് പുതിയൊരു വാക്കായിട്ട് ഇവിടെ ഞാൻ കോയിൻ ചെയ്തു എന്ന് തന്നെ പറയും. ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു ഹിന്ദുത്വ ആക്സിസ് എന്ന് ഞാൻ പറയില്ല. അത് അങ്ങനെ വരുമ്പോൾ എന്തായി? അത് നമ്മളുടെ ആ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന സംഘപരിവാർ വെക്കുന്ന ഒരു സാധനം എന്നുള്ള രീതി. ഇതല്ല, സംഘപരിവാറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് മനസ്സിലാക്കണം. ഇത് ഹിന്ദു മതവിശ്വാസികൾ, അതായത് നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന സമയത്ത് കുരു പൊട്ടുന്നത് ആർക്കാണ്? തീവ്രവാദിക്കല്ലല്ലോ കുരു പൊട്ടുന്നത്, സാധാരണ മദ്രസ പൊട്ടന്മാർക്കല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇപ്പുറത്ത് ഹിന്ദു മതത്തെ പറയുമ്പോൾ അവിടെയും കുരു പൊട്ടുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് തന്നെയാണ്. അവരെ നിങ്ങൾ എന്ത് പേര് വേണേലും ഇട്ട് വിളിച്ചോ, വല്ല അമ്പലപ്പൊട്ടെന്നോ എന്ത് വേണേലും വിളിച്ചോ. അപ്പോൾ വിശ്വാസികളാണ്, യഥാർത്ഥ സമാധാനപ്രിയരായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെയാണ് അത് ബാധിക്കുന്നത്. അവരാണ് ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറയും. അവരുടെ വികാരമാണ് ഇപ്പുറത്ത് അവർ ഏറ്റെടുക്കുക. ഇപ്പുറത്ത് മുസ്ലിമിനെ ഏതെങ്കിലും വിധേന വിമർശിക്കുമ്പോൾ അവരുടെ വികാരമാണ് സമസ്ത ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെ ആ കൊണ്ടു നടക്കുന്ന കാര്യമാണ് അവിടെ മുജാഹിദ് വിഭാഗം ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേ സുഡാപ്പികൾ ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ സാധാരണ ഹിന്ദുക്കളുടെ പ്രശ്നം അത് ഞങ്ങളുടെയും പ്രശ്നമാണെന്ന് ഏറ്റെടുക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇവിടെ സംഘപരിവാർ കടന്നു വരുന്നത്, BJP കടന്നു വരുന്നത്, ബജ്റംഗ് ദൾ വരും, അങ്ങനെ പലരും കടന്നു വന്നു വരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ തരത്തിലൊരു വലിയൊരു ബലാബലം നടക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നിൽ ഇസ്ലാം അവിടെ മുട്ടുമടക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവർ ഈ വിമർശിച്ചോളൂ, ഞങ്ങളെ മാത്രം വേണ്ട നിങ്ങളെയും വിമർശിക്കും എന്നാണ് പറയുന്നത്. അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ആരെയും വിമർശിക്കേണ്ട എന്നതല്ല അവരുടെ രീതി, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കേണ്ട നിങ്ങളെ മാത്രം വിമർശിക്കും എന്നുമല്ല അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ബക്കറ്റ് പോപ്കോണുമായിട്ട് ഇരുന്ന് കാണാൻ പോകുന്നൊരു കാര്യമാണ്. ഇനി ഇതിൽ ഒരു ചെറിയൊരു ഉപദേശമായിട്ട് വെക്കാനുള്ളത്, നമ്മളുടെ കാക്കാൻ സുഹൃത്ത് അവിടെ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഇത് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് ശരിയാണെന്നോ, ഈ ഹിന്ദു ആക്സിസ് ആണ് ശരിയോ ആണ് എന്ന് പറയാനല്ല ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ആ കാക്കാൻ സുഹൃത്ത് ഇടുന്ന പോലെയുള്ള കമൻസ് അത് ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളുടെ ഭാഗത്തു നിന്ന് നിരന്തരം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് അവർക്ക് നിലവിൽ അത് കാണുമ്പോഴുള്ള അതിനോട് യോജിക്കുന്ന ഒരു നിലപാടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളുടെ കമൻസ് കൂടുതൽ പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ആകുന്ന നിലപാടിൽ വ്യത്യാസം വരാൻ അത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അത് ചെയ്താൽ അത് തിരിഞ്ഞ് കൊത്തുക നിങ്ങൾക്ക് തന്നെയാണ്, ഇസ്ലാമിന് തന്നെയാണ് അത് തിരിഞ്ഞു കൊത്തുക എന്നും കൂടി നമ്മളുടെ കാക്കാ കുഞ്ഞുങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇത് നമുക്കൊന്നും പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാല്ല. ഇത് നിങ്ങൾ തമ്മിലാണ് ഇനി കളി നടക്കാൻ പോകുന്നതെന്നും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു റോൾ ഉണ്ടാവില്ല. ഇത്ര നാൾ ഇസ്ലാമിനെ വിമർശിച്ചിരുന്നതും യുക്തിവാദികൾ, ഹിന്ദുമതത്തെ വിമർശിച്ചിരുന്നതും യുക്തിവാദികൾ, ഇങ്ങനെയായിരുന്നു. ഹിന്ദുമതത്തെ നിങ്ങൾ മുസ്ലിങ്ങളും വിമർശിച്ചിരുന്നു. ഇനി അതല്ല ഉണ്ടാവാൻ പോകുന്നത്. നമുക്ക് പണി ഉണ്ടാവില്ല. ഹിന്ദുമതത്തെ നിങ്ങളും വിമർശിക്കും,
ഇസ്ലാം മതത്തെ ഹിന്ദുക്കളും വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതൊരു മത്സരമായിട്ട് വരും. പ്രത്യേകിച്ച് അത് പൊതുമേഖലയിൽ, രാഷ്ട്രീയ മേഖലയിലേക്കും കൂടി അതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മെയിൻ സ്ട്രീം ആകുമെന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ പറഞ്ഞ ഒരു 10-100 ആളുകൾ കണ്ടു, അതിനപ്പുറത്തേക്ക് അതിന് റീച്ചില്ല. പക്ഷേ അനിൽകുമാറിനെ പോലെയുള്ള ആൾ ആ ഒരു വലിയ വേദിയിൽ നിന്ന് ഹിജാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര ആളുകളുടെ അടുത്ത് എത്തി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. മില്യൺസ് അവിടെ കണ്ടിട്ടുണ്ടാവും ആ വിഷയം. ആ ഇമ്പാക്റ്റ് അത് ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് എത്തും ഈ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾ ഈ മതവിമർശനം അല്ലെങ്കിൽ മതത്തിൻ്റെ കൊള്ളരുതായ്മകൾ തുറന്നു പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് നിലവിൽ അത് നമ്മളുടെ മകരജ്യോതി തെളിഞ്ഞു എന്നുള്ളത് തെളിച്ചു എന്ന് പറയുന്ന ലെവലിലൊക്കെ ഇന്ന് എത്തിയിട്ടുള്ളൂ. ഇനി അടുത്തത് ബോഡി വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ മുഹമ്മദ് പീഡോഫിലിക്കയാണ്, അടിമഭോഗിയാണ് എന്ന് MLA-മാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.